ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. കൂറ്റനാട്, പട്ടാമ്പി, ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. മലപ്പുറം ജില്ല നൽകിയ ഐതിഹാസിക സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ പ്രയാണം തുടരുന്നത്. മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ വെളയൂരിൽ സ്വീകരണം നൽകും. CPIM ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് വരവേൽപ്പ് നൽകും. പാലക്കാട് ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രം തൃത്താല മണ്ഡലത്തിൽപ്പെട്ട കൂറ്റനാടാണ്. ഉച്ചയ്ക്ക് ശേഷം പട്ടാമ്പി, ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ പുതിയ ഏടുകൾ എഴുതി ചേർത്താണ് ജാഥ ജില്ല വിടുന്നത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒഴുകിയെത്തിയ ജനക്കൂട്ടം സംഘാടകരുടെ പോലും പ്രതീക്ഷകൾക്കപ്പുറത്തായിരുന്നു. ലീഗ് കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ പോലും വലിയ ബഹുജന പങ്കാളിത്തമാണ് ഉണ്ടായത്. വിശേഷിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമില്ലാതിരുന്ന ഒരു വിഭാഗം നവകേരള മാർച്ചിനോട് സഹകരിച്ചതായി വലതുപക്ഷ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും ഇടത്തോട്ട് ചെയ്യുന്നതിന്റെ തെളിവാണിതെന്ന് ജാഥാംഗം ഡോക്ടർ KT ജലീൽ MLA പറഞ്ഞു. നവകേരള മാർച്ചിന് കേരളത്തിലുടനീളം ആബാലവൃദ്ധം ജനങ്ങളുടെ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മുമ്പ് കാണാത്ത വിധമുള്ള ആവേശമാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ മാർച്ചിനെ എതിരേൽക്കാൻ തടിച്ചുകൂടി നിന്നിരുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ മുന്നേറ്റം ഈ ജില്ലയിൽ ഇടതുപക്ഷത്തിനുണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ചെറുപ്പക്കാരുടെ സജീവമായിട്ടുള്ള ഈ ജാഥയെ സ്വീകരിക്കുന്നതിലെ അത്യാവേശം കാണിക്കുന്നത്. ഏറനാടൻ, വള്ളുവനാടൻ പ്രദേശങ്ങൾ ഒന്നുപോലെ ജാഥാനായകനെ നെഞ്ചേറ്റുന്നതാണ് കണ്ടത്. മാർച്ചിനെ വിമർശിച്ച് ലേഖനമെഴുതാൻ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ പ്രേരിപ്പിച്ചത് ഈ തിരിച്ചറിവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു.